ഇപ്പോൾ ജിതിൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും കൂടിയിട്ടും പിന്നീട് അത് അവരുടെ ഭാഗത്തു നിന്ന് നല്ല സഹകരണം ഇപ്പം പൂർണ്ണ തൃപ്തം തന്നെയാണ്. ഈ ഒരു വേഗത ആദ്യം ഉണ്ടാവണമെന്നാണോ നിങ്ങൾ വേണ്ടിയെന്നാണ് നിങ്ങൾ പറയുന്നത്? വേണ്ട, അതിലേക്കൊന്നും നമ്മൾ ഇനി കടക്കേണ്ടെന്നാണ് എനിക്ക് പക്ഷേ കാർവാർ MLA ഇന്ന് പറയുന്നുണ്ട് ആദ്യത്തെ 6 ദിവസം നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കരയിൽ നോക്കിയതെന്ന് പറയുന്നു. ആ സമയത്ത് പക്ഷേ പുഴയിൽ നടത്തിയിരുന്നെങ്കിൽ 6 ദിവസം ക്യാബിനുള്ളിൽ ജീവിക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് ബെൻസ് കമ്പനി പറയുന്നുണ്ടെന്ന് പറയുന്നു. ചെറിയ കുറ്റപ്പെടുത്തൽ ടോണതിലുണ്ട്. ഇല്ല, ഞങ്ങളോട് ആരും പറഞ്ഞു. കാരണം ആദ്യത്തെ 2 ദിവസം ഞങ്ങളിവിടെ ആരും ഈ ഉയർന്ന തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെയോ ആരെയും ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ 4ാമത്തെ ദിവസമാണ് നമ്മൾ ഈ MLA കാണുന്നത് തന്നെ, സാറിനെ കാണുന്നത് തന്നെ. അതിനുശേഷം നമ്മുടെ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ അത് ആധികാരിക ഉറപ്പുവരുത്തത്തിൻ്റെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും മറ്റു ആൾക്കാരുമായിരുന്നു. അവർക്ക് അപ്പം തന്നെ എന്നോട് ഇതുവരെ ആധികാരികമുള്ള ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല. എങ്കിൽ കൂടിയും കരയിൽ നടത്താനുള്ള പരിശോധന എൻറ്റയർലി മലയാളികളുടെ അല്ലെങ്കിൽ ഇവിടെ നിന്ന് മലയാളി രക്ഷാദൗത്യ സംഘങ്ങളുടെയും മനാഫിൻ്റെ തീരുമാനം മാത്രമാണ് എന്നാണ് പറയാതെ പറയുന്നത് കാർവാർ MLA. അത് ചിലപ്പോൾ ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ അവർക്ക് ഇങ്ങനെ ഒരു പുഴയിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ പുഴയിലും പാരലായിട്ട് അവർക്ക് ചെക്കിങ് ചെയ്തിട്ടില്ല. പിന്നെ നേവിയുടെയും NDRFിൻ്റെയും അവരെ നിർദ്ദേശം അനുസരിച്ച് അവർ പുഴയിലില്ലാതെ പ്രാഥമിക ചെക്കിങ്ങിൽ പുഴയിലില്ലാന്ന് ഉറപ്പുവരുത്തി. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലും കരയിലും ഉണ്ടാകുമെന്ന് കരുതിയിരുന്നത്. അതെ, നേവിയുടെ തിരച്ചിലും NDRFിൻ്റെ തിരച്ചിലും പുഴയിലും അവർക്ക് അങ്ങനെയൊന്നും ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് ആദ്യത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അപ്പോഴാണ് ഞങ്ങൾ കൂടുതൽ കരയിൽ തന്നെയാണ് എന്നുള്ള സംശയം വെച്ചത്. സാർ പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യം, ഈ ബോഡിയിൽ ഒരു പാർക്ക് ചെയ്തിട്ടില്ല, ഒന്നിച്ച് തന്നെയാണ് കിടക്കുന്നുണ്ടാവുക, അത് ലോക്കായി തന്നെ കിടക്കുന്നുണ്ടാവും എന്നുള്ളത് പറയുമ്പോൾ വേഗത്തിലെത്താൻ കഴിയും പ്രതീക്ഷ ഉണ്ട്. പ്രതീക്ഷ ഇനിയിപ്പം നമ്മൾ അവരെ മാനിക്കുന്നു, അവരെ അഭിപ്രായങ്ങളെ മാനിക്കുന്നു. ഓക്കെ, താങ്ക് യു.